ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും 1000 കോടി കളക്ഷൻ കിട്ടുന്ന ദുരന്തറിനെ നിങ്ങൾക്ക് അറിയൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഡയറക്ടറിനോട് ഇത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി ചിരിച്ചാനെ. കാരണം ഇറങ്ങൂന്ന് ഉറപ്പ് പോലും ഇല്ലാത്ത പടമായിരുന്നു അന്ന്. അത്രത്തോളം കഷ്ടപ്പാടുകളിലൂടെയാണ് ദുരന്തർ കടന്നു വന്നത്. ആ കഥ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ രണ്ടുപേരുടെ കഥ അറിയണം. ആദിത്യാധറിന്റെയും അതുപോലെ തന്നെ രൺവീർ സിംഗിന്റെയും. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് അവര് തോറ്റു നിൽക്കുകയായിരുന്നു. ലിറ്ററലി ജീവിതത്തിൽ രണ്ടുപേരും തോറ്റു നിൽക്കുകയായിരുന്നു. ആദ്യം ആദിത്യാധറിന്റെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദിത്യാധർ ഒരു കാശ്മീരി പണ്ഡിറ്റ് ഫാമിലിയിലാണ് ജനിച്ച് വളർന്ന് ഡൽഹിയിലാണ് സെറ്റിൽഡ് ആയിരുന്നത്. ഒരു പഠിപ്പിസ്റ്റ് കുടുംബത്തിന്റെ ഇടയിലുള്ള ഒരു ഉഴപ്പൻ എന്നാണ് പുള്ളിനെ പറ്റി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിനൊരു ഡ്രീം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സിനിമയോ സംഭവങ്ങളോ ഒന്നും അല്ലായിരുന്നു, ക്രിക്കറ്റ് കളിക്കാരനാവണം. ഇന്ത്യയിലെ ഏതൊരു സാധാരണ കുട്ടിയും വിചാരിക്കുന്ന പോലെയല്ല. ആദിത്യാധർ ഇന്ത്യൻ ടീമിലെ അണ്ടർ 19 നാഷണൽ ടീമിലത്തെ സെലക്ഷൻ ലിസ്റ്റിൽ വരെ എത്തി. പക്ഷേ അവിടെയാണ് പുള്ളിയുടെ ആദ്യത്തെ തോൽവികൾ തുടങ്ങുന്നത്. അന്ന് പൊളിറ്റിക്സ് കാരണം പണ്ടത്തെ കളിക്കാരൻ, ഇന്ത്യൻ കളിക്കാരൻ റോജർ ബിന്നിയുടെ മോനെയാണ് ആദിത്യാധറിന് പകരം ഇന്ത്യൻ ടീമിൽ എടുത്തത്. ഇവിടെയാണ് നമ്മൾ അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കേണ്ടത്. ഈ ഒറ്റ ഡിസ്റെസ്പെക്ട് കാരണം പുള്ളി ക്രിക്കറ്റ് എന്ന് പറയുന്ന പരിപാടിയെ നിർത്തി. അത്രയും നാള് ജീവിതം പോലെ കൊണ്ടുനടന്ന ക്രിക്കറ്റ് അവിടെ നിർത്തിയിട്ട് പിന്നെ എന്തെന്ന് പുള്ളി ചിന്തിച്ച് കിടക്കുന്ന ഒരു ടൈമിലാണ് രാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന് പറയുന്ന ഒരു പടം റിലീസാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മറ്റേ ബെസ്റ്റ് ആക്ടറുള്ള പടം. കണ്ടില്ലേ, വിവേക് ഒബ്റോയ്. രാം ഗോപാൽ വർമ്മയുടെ കമ്പനി, ശിവ, സത്യ ഇങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇനി സിനിമയാണ് തന്റെ വഴിയെന്നും പറഞ്ഞ് പുള്ളി ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറുന്നത്. നമ്മുടെ ആരന്തമ്പരയിലൊക്കെ പറയുന്ന പോലെ സംവിധാനം പഠിക്കാനുള്ള മോഹമായിട്ട് പുള്ളി കയറി ചെന്നത് ഒരു സിംഹത്തിന്റെ മടയിലാണ്, പ്രിയദർശന്റെ. പിന്നെ കുറെ കാലം പ്രിയദർശന്റെ അസിസ്റ്റന്റ് ആയിട്ടും കുറെ ഹിന്ദി പടങ്ങളുടെ പാട്ടുകളുടെ ലിറിസിസ്റ്റ് ആയിട്ടും ഒക്കെ അങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് തോൽവികളല്ല, ചതികളാണ്. കാരണം പുള്ളി കുറേ സ്ക്രിപ്റ്റുകൾ എഴുതി, അതൊക്കെ കുറേയൊക്കെ മോഷണം പോയി. നമ്മുടെ ഉദയനാണ് താരത്തിൽ പോലെ പുള്ളി തന്നെ അത് വളരെ സീരിയസ് അല്ലാതെ ഒരു കോമഡി പോലെ പറഞ്ഞിട്ടുണ്ട്. കുറേ സ്ക്രിപ്റ്റുകൾ മോഷണം പോയി, കുറേയൊക്കെ 100 crore വരെ അടിച്ച പടങ്ങളായിട്ടുണ്ട്. അങ്ങനെ അവസാനം പുള്ളിക്കും ഒരു ടൈം വന്നു. ആദ്യത്തെ പടം എല്ലാം സെറ്റായി, ഒരു നല്ല ടൈം തുടങ്ങിയെന്ന് വിചാരിച്ചിരിക്കുന്ന പുള്ളിയുടെ മുമ്പിലേക്ക് ഇടുത്തി പോലെയാണ് ഒരു വാർത്ത വരുന്നത്. ആ പടം പ്രൊഡക്ഷൻ കമ്പനി ഡ്രോപ്പ് ആക്കിയെന്ന്. ഷൂട്ടിംഗ് തുടങ്ങാൻ ദിവസങ്ങൾ പോലും ഇല്ലാത്ത ടൈമിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ആ ടൈമിൽ പാകിസ്ഥാനിൽ പോയിട്ട് ഒരു അറ്റാക്ക് നടത്തിയിരുന്നു. പുള്ളിയുടെ പടത്തിലാണെങ്കിൽ ഒരുപാട് പാകിസ്ഥാനി കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിരുന്നു. പക്ഷേ 20 ദിവസം കൊണ്ട്, വേറൊരു 20 ദിവസം കൊണ്ട് വേറൊരു സ്ക്രിപ്റ്റ് എഴുതി നേരെ വേറൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ അടുത്ത് പുള്ളി പോയി ചെന്നിരിക്കുകയാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. 2017 അങ്ങനെ ആ പടം അനൗൺസ് ചെയ്തു. പക്ഷേ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ കഴിഞ്ഞ് 2019 ആ പടം ഇറങ്ങിയത്. അന്ന് ഏത് അറ്റാക്ക് കാരണമാണോ തന്റെ ഫസ്റ്റ് പടം മുടങ്ങിയത്, അതേ അറ്റാക്കിനെ പറ്റി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി സ്ക്രിപ്റ്റ് എഴുതി ആ പടം തന്നെ ഫസ്റ്റ് പടമാക്കി ഇറക്കി ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. പക്ഷെ ആ ഒരു വിക്ടറി അധിക നാള് പുള്ളിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം അതിനുശേഷം വലിയൊരു സംഭവം ഉണ്ടായി. ഏകദേശം 7 കൊല്ലം ആദിത്യാധറിന് പടം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അതാണ്. പക്ഷെ അതിനു മുമ്പ് വേറൊരാളുടെ കഥ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ കാണുന്ന പോലത്തെ അത്ര കളറൊന്നായിരുന്നില്ല മച്ചാന്റെ ആ ടൈം. കൂപ്പ് കുത്തി നിൽക്കുകയായിരുന്നു. കരിയറിലെ ഏറ്റവും വൃത്തികെട്ട മൊമെന്റിൽ നിൽക്കുകയായിരുന്നു. 83, ജയേഷ് ഭായ് ജോർദാർ, സർക്കസ്, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ നിരത്തിപ്പൊട്ടി. റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്ന് പറയുന്ന പടം കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ടാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നെങ്കിലും അങ്ങനെ ആവാൻ വഴിയില്ല എന്നാണ് റെഡിറ്റ് റിസർച്ചിൽ എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം അത് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ബൈജു ബാവറ എന്ന് പറയുന്ന സഞ്ജയ് ലീല ബൻസാലിയുടെ പടത്തിൽ നിന്ന് നമ്മുടെ രൺവീറിനെ ഒഴിവാക്കാൻ കാരണം. ആദിത്യാധറിന് തോൽവികളായിരുന്നെങ്കിൽ ഇവിടെ ഒരുമാതിരി അപമാനങ്ങളായിരുന്നു. രൺവീർ സിംഗിന്റെ ആ ഒരു ടൈമിൽ ബേസിൽ ജോസഫിന്റെ ഒപ്പം ശക്തിമാൻ എന്ന് പറയുന്ന പ്രൊജക്ടിന് 2 കൊല്ലമാണ് പുള്ളി കൊടുത്തത്. നമ്മുടെ ഒറിജിനൽ ശക്തിമാൻ കേസ് കൊടുത്തു, NOC കൊടുത്തില്ല. പക്ഷെ രൺവീർ സിംഗ് പുള്ളിക്കാരന്റെ ഓഫീസിൽ പോയി ഒരുപാട് സംസാരിച്ചു. പുള്ളിക്കാരനെ ഒരുപാട് നേരം നമ്മുടെ ഒറിജിനൽ ശക്തിമാൻ വെയിറ്റ് ചെയ്യിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. അതും നടന്നില്ല. ഫർഹാൻ അക്തർ ഡോൺ 3 പുള്ളീനെ വെച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഭയങ്കര ഹീറ്റ് ആയിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോൺ 3 ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഫർഹാൻ അക്തർ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ, പുള്ളീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് യഷ്രാജ് ഫിലിംസ് ആണ്, YRF ആണ്. അവരുടെ അടുത്ത് പോയി ഒരു സ്പൈ ഫിലിം, ഒരു YRF യൂണിവേഴ്സിലേക്ക് ഒരു ഫിലിം കിട്ടുമോ എന്ന് ചോദിച്ചു. അതും അവർ സമ്മതിച്ചില്ല.
ഈ സമയത്താണ് നമ്മുടെ ആദിത്യാദർ ഇപ്പുറത്ത് വിക്കി കൗശലിനെ തന്നെ വെച്ചിട്ട് പുള്ളിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള ദ ഇമ്മോർട്ടൽ അശ്വത്ഥാമ എന്ന് പറയുന്ന പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 പ്രാവശ്യം അത് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കമ്പനികൾക്ക് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് കാരണം ഈ പുള്ളി ഇത് പ്രീ പ്രൊഡക്ട്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ബഡ്ജറ്റാവും. ഇത്രയും ബഡ്ജറ്റ് പുള്ളിയുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് 2 പ്രാവശ്യം അത് മുടങ്ങിപ്പോവുകയാണ്. അങ്ങനെ 7 കൊല്ലം പുള്ളിക്ക് ഒരു സിനിമയില്ലാതെ ഫീൽഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. 2 പേർക്കും ആ ഒരു ടൈമിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്ന സംഭവം അനിവാര്യമായിരുന്നു. അപ്പോഴാണ് 2 പേരും തമ്മിൽ കാണുന്നതും ദുരന്തർ ഫിക്സ് ആവുന്നതും. 16 മാസം കൊണ്ടാണ് ദുരന്തർ ഷൂട്ട് ചെയ്തത്. പക്ഷേ ആ 16 മാസം ഒരിക്കലും ഈസി ആയിരുന്നില്ല. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ അവർക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ കാസ്റ്റിംഗ്, ഒരുപാട് ആൾക്കാരുടെ അടുത്തുനിന്ന് ഇങ്ങനെ കാസ്റ്റിംഗ് മാറി വന്നു. ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ കാസ്റ്റിംഗ് ഇങ്ങനെ ഫിക്സ് ആവാണ്ടേ ഇരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ ആക്ടേഴ്സ് മാറി. കാരണം പല സൈഡ് ക്യാരക്ടേഴ്സും വലിയ ആൾക്കാരാണ് ചെയ്യേണ്ടത്. പക്ഷേ രൺവീർ സിംഗിന്റെ താഴെ നിൽക്കുന്ന ആ ഒരു സാധനം ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അജയ് സാനിയാൽ എന്ന് പറയുന്ന മാധവൻ ചെയ്ത ക്യാരക്ടർ ആദ്യം പോയത് അമീർ ഖാനാണ്. പക്ഷെ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പൊളിറ്റിക്സ് ഒന്ന് സെറ്റപ്പ് ആക്കിയാൽ, ഒരു പൊളിറ്റിക്സ് ഒന്നും കുറച്ച് മാറ്റിയാൽ വേണമെങ്കിൽ റഹ്മാണ്ടൊക്കെ ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ വേണ്ടാന്ന് ആദിത്യാദറും പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താ എവിടെയാണെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റും ലെങ്ത്തും ഇങ്ങനെ കൂടുന്ന കണ്ടിട്ട് ജിയോ സ്റ്റുഡിയോസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ പാതിക്ക് വെച്ചിട്ട് ഈ പരിപാടി നിർത്തിയിട്ട് പോയി, ഇനി പൈസ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രൺവീർ സിംഗും ആദിത്യാദറും സ്വയം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് അവരുടെ B62 പ്രൊഡക്ഷൻ എന്നൊരു കമ്പനിയുണ്ട്, ആദിത്യാദറിന്റെ കമ്പനിയാണ്. എന്നിട്ട് ആ ബാനറിൽ അവർ ഷൂട്ട് ചെയ്ത് തുടങ്ങി. അവർ ആ പ്രൊഡക്ഷൻ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. പിന്നെ ഒരുവിധം എങ്ങനെയോ ഈ പടം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇറക്കിയപ്പോൾ എന്താ പറ്റിയത്? 4 നെഗറ്റീവ്. അങ്ങനെ 2-3 ദിവസം തിയേറ്ററിൻ്റെ അകത്ത് ആരും കാല് പോലും കുത്തിയിട്ടുള്ള ഈ പടം വാഷ് ഔട്ട് ആവുമെന്ന് ഞാൻ വരെ വിചാരിച്ചിരുന്നു. പക്ഷേ ഏതോ ഒരു പുണ്യവാൻ അറിയാതെ പുള്ളിയുടെ മൊബൈലിൽ നമ്മുടെ അക്ഷയ് ഖന്ന ഡാൻസ് കളിച്ച് വരുന്ന ആ ഒരു റീൽ ഷൂട്ട് ചെയ്യുകയും അത് ഇൻസ്റ്റഗ്രാമിൽ വൈറലാവുകയും ആൾക്കാർ കയറി പിന്നെ പടം കാണുകയും ചെയ്തു. പടം കത്തിക്കേറി. പിന്നെ നിങ്ങൾക്കറിയാം, റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ആഫ്റ്റർ മാത്ത് ഇതിലെന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരെ ഏതാൾക്കാരാണോ കൈയൊടിഞ്ഞത് അവരൊക്കെ പിറകെ നടക്കുകയാണ്. ഏത് ജിയോ സ്റ്റുഡിയോസ് ആണോ ഇവർക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞത്, അവരിപ്പോൾ ഓടി നടന്ന് എല്ലാ റീലിൻ്റെ അടിയിൽ ഞങ്ങളുടെ പടം ജയിച്ചു എന്നും പറഞ്ഞ് ഓടി നടക്കുകയാണ്. നമ്മുടെ ബാഹുബലിയിലെ ബലാൽദേവൻ്റെ അച്ഛൻ്റെ പോലെ. അതുമാത്രമല്ല, അവർ ആദിത്യാദറിനോട് ദുരന്തർ 3 എടുക്കാൻ വേണ്ടി പറയുകയാണ്. തൽക്കാലത്തേക്ക് അതിനുള്ള ഒരു പ്ലാനും ഇല്ല എന്ന് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. ഏത് ക്യാരക്ടറാണ് രൺവീർ സിംഗിന് താഴെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടേഴ്സിനെ എല്ലാവരും ആൾക്കാരെടുത്ത് അങ്ങ് ആഘോഷിക്കുകയാണ്. ആൻഡ് ആദിത്യാദർ അടുത്തൊരു പടത്തിൻ്റെ ഡിസ്കഷനിലിരിക്കുകയാണ്. ഹീറോ രൺവീർ സിംഗ് തന്നെയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ബേസ് ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ പടമായിരിക്കും എന്നാണ് പറയുന്നത്. നന്നായിട്ട് വരട്ടെ. ഏത് YRF സ്പൈ യൂണിവേഴ്സിലാണോ രൺവീർ സിംഗ് സിനിമ ചോദിച്ചു ചെന്നത്, ആ യൂണിവേഴ്സേ തീർത്ത് കളഞ്ഞു ഈ പടം. ഫർഹാൻ അക്തർ വാല് വാട്ടിക്കൊണ്ട് രൺവീർ സിംഗിൻ്റെ അടുത്ത് ഡോൺ 3 എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ചെല്ലുകയാണ്. പക്ഷേ നമ്മുടെ രൺവീർ സിംഗ് ഡോൺ 3 ഇപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി നോ പറഞ്ഞിരിക്കുകയാണ്. ഇനി നോ മോർ ഡോൺ 3. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഓണസ്റ്റായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പക്ഷെ അധിക നാളത്തേക്ക് ഉണ്ടാവില്ല. പിടിച്ചു നിൽക്കുക, മാക്സിമം പിടിച്ചേക്കുക. ഒരേ ഒരു തവണ ജയിച്ചാൽ മതി. ഈ കിട്ടുന്ന അപമാനങ്ങൾക്കും തോൽവികൾക്കും ഒക്കെ ഇതിൻ്റെയൊക്കെ റിട്ടേൺ ആയിട്ട് നമുക്ക് സക്സസ് എന്ന് പറയുന്ന സംഭവം ഡബിൾ ആയിട്ട് തിരിച്ചു കിട്ടും. അതുവരെ ബിലീവ് ഇൻ യുവർ സെൽഫ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്.